രണ്ട് മാറ്റങ്ങൾ വരുത്തിയാൽ ജെ.എസ്.കെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ. ഒരു സീനിലെ ഭാഗം മ്യൂട്ട് ചെയ്യണമെന്നും സബ് ടൈറ്റിൽ മാറ്റം വേണമെന്നുമാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കുന്നതിൽ പ്രശ്നമില്ലെന്നും സെൻസർ ബോർഡ് അറിയിച്ചു. സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തിൽ കോടതി നിർമ്മാതാക്കളുടെ നിലപാട് തേടി. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ജെ.എസ്.കെ സിനിമാ വിവാദത്തിൽ വിചിത്രവാദവുമായി സെൻസർ ബോർഡ്. ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ടെന്നും സെൻസർ ബോർഡ് വാദിക്കുന്നു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, രണ്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാം എന്നാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില വിചിത്രവാദങ്ങൾ കൂടി സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണവ? രാവിലെ ഈ വിഷയം ഇന്ന് പരിഗണിച്ച സാഹചര്യത്തിലാണ് സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നേരത്തെ പറഞ്ഞ മാറ്റങ്ങളിൽ നിന്ന് അല്പം ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ആ സിനിമയുടെ പ്രദർശനാനുമതി സംബന്ധിച്ച പ്രശ്നം തന്നെ അവസാനിക്കുമെന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഈ സിനിമയുടെ പേര് ജെ.എസ്.കെ എന്നാണ്. വലിയ അക്ഷരത്തിൽ ജെ.എസ്.കെ എന്നതിന് ശേഷം അതിന്റെ താഴെ സബ് ടൈറ്റിൽ എന്ന രൂപത്തിലാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ചില മാറ്റങ്ങൾ വരുത്തണം. ഒന്ന്, ജാനകിക്ക് ഒരു ഇനീഷ്യൽ പോലെ ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്നാക്കിയാൽ പ്രശ്നമില്ല എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്. അതായത് ഈ ക്യാരക്ടറിന്റെ പേര് ജാനകി വിദ്യാധരൻ എന്നാണ്. അത് ചുരുക്കി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാൽ ജെ.എസ്.കെ എന്ന ടൈറ്റിൽ അതേപോലെ നിലനിർത്താം. പക്ഷേ സബ് ടൈറ്റിലിൽ ജാനകി എന്ന് മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഇനീഷ്യൽ കൊടുത്ത് വി ജാനകി എന്നോ ജാനകി വി എന്നോ ആക്കിയാൽ ആ പ്രശ്നം തീരും. രണ്ടാമത്തെ ഒരു മാറ്റം നിർദ്ദേശിച്ചത്, കോടതിയിൽ ഈ ഒരു വിസ്താരത്തിന്റെ സീനുണ്ട്. ഈ കഥാപാത്രത്തെ, ജാനകി എന്ന കഥാപാത്രത്തെ വിസ്തരിക്കുന്ന സീനിൽ അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അവിടെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അതും പ്രശ്നമില്ല. ഈ രണ്ട് മാറ്റങ്ങളാണ് കോടതിയിൽ ഇന്ന് രാവിലെ ഉന്നയിച്ചത്. എന്തായാലും വിശദവാദത്തിന് വേണ്ടി 1:45 ഈ വിഷയം വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് ഇത് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, ഇതോടൊപ്പം തന്നെ ചേർത്ത് വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം കൂടി സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ കോടതിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗവുമായി ബന്ധപ്പെട്ട ആ വിഷയമാണ്, ആ പ്രത്യേകമായിട്ടുള്ള സീൻ സെൻസർ ബോർഡ് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റേപ്പ് സർവൈവർ ആയിട്ടുള്ള ജാനകി എന്ന ആ കഥാപാത്രത്തെ വിസ്തരിക്കുന്ന പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ഒരു ഇതര മതസ്ഥനാണ്. അതുകൊണ്ട് ആ കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഇതര മതസ്ഥൻ ഉള്ള അല്ലെങ്കിൽ ഈ ജാനകി എന്ന കഥാപാത്രത്തെ ഈ രൂപത്തിൽ സഹായിക്കുന്ന ഒരു ഇതര മതസ്ഥന്റെ ക്യാരക്ടർ, അത് പിന്നീട് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് അത് വഴിവെക്കും എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഈ അഫിഡവിറ്റിലുള്ളത്. ഈ കഥാപാത്രത്തെ അപമാനിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സീതാദേവിയുടെ പേര് ജാനകി എന്നൊരു പേര് ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വമാണ്. അങ്ങനെ കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ട്. അത് മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഈ രംഗം കാരണമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധ നാമമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് ഈ രംഗം പിന്നീട് കാരണമാകാം. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അവിടെ മ്യൂട്ട് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് അത് ആ റേപ്പ് സർവൈവറോട് ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ചോദിക്കുന്നുണ്ട്. ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടോ, കാമുകനുണ്ടോ, മാത്രമല്ല ബലാത്സംഗത്തിനിരയായ ജാനകിയെ മറ്റൊരു ഭാഗത്ത് ഒരു ഇതര മതസ്ഥനായ ഒരാൾ സഹായിക്കുന്ന രംഗമുണ്ട്. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടയാൾ അപമാനകരമായ ചോദ്യങ്ങൾ ചോദിച്ച് ക്രോസ് വിസ്താരം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് പിന്നീട് കാരണമാകും എന്നതുൾപ്പെടെയുള്ളതാണ് ഈ അഫിഡവിറ്റിലുള്ളത്. സ്വാഭാവികമായും അത് പിന്നീട് മതപരമായ പ്രശ്നങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള വാദങ്ങളും ഈ അഫിഡവിറ്റിലുണ്ട്. ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചതുകൊണ്ടായിരിക്കണം ഇന്ന് രാവിലെ ഈ കേസ് എടുത്തപ്പോൾ അഭിഭാഷകൻ ആ ഭാഗത്ത്, പ്രത്യേകിച്ച് ജാനകി എന്ന പേര് മാറ്റുന്നതിനോടൊപ്പം തന്നെ ആ ഭാഗം ഒന്ന് മ്യൂട്ട് ചെയ്യണം. 96 കട്ടുകൾ ഈ വാദങ്ങൾ അംഗീകരിക്കാൻ ഈ സെൻസർ ബോർഡിന്റെ ഈ രണ്ട് നിർദ്ദേശങ്ങൾ അത് അംഗീകരിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാകാനിടയുണ്ടോ? നേരത്തെ തന്നെ ഈ വാദങ്ങൾ പേര് മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് കൃത്യമായി ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. മാത്രമല്ല, കോടതിക്ക് സിനിമ കാണാൻ സൗകര്യം ഒരുക്കാം, ആ സിനിമ കണ്ട ശേഷം എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി തന്നെ വിലയിരുത്തട്ടെ എന്ന് അങ്ങനെയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് പിന്നീട്
കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ സിനിമ കാണുകയും അതിൽ കൃത്യമായി തന്നെ സിനിമ കണ്ട ശേഷം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ആ സിനിമ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുന്നത്. ഈ ഇങ്ങനെ രാവിലെ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം അവരുടെ മറുപടി എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്. 1:45 ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കൃത്യമായി തന്നെ ആ വിഷയത്തിൽ അവർ അവരുടെ നിലപാട് അറിയിക്കും. നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിരുന്നത്, ഒന്ന് 96 ഭാഗങ്ങളിലെ കട്ട് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും. സിനിമയുടെ എസെൻസ് തന്നെ, മാത്രമല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങിയ ഒരു ചിത്രമാണ്. സ്വാഭാവികമായും അത് പിന്നീട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതായിരുന്നു ഒരു വാദം. രണ്ടാമത്, പേര് മാറ്റി ഒരു സിനിമ മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്ത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ അത് എന്താണ് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടെയുള്ള ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം കോടതി ഇരിക്കുന്നത്. ഇനി ഈ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കോടതി സിനിമ കൂടി കണ്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വാദങ്ങളോട് കോടതി പ്രതികരിക്കുക, ഒപ്പം തന്നെ ഹർജിക്കാർ എന്താണ് ഇതിനോട് മറുപടി പറയുക തന്നെയാണ് ഉറ്റുനോക്കുന്നത്.